ഗായ്സ്. അപ്പോൾ സമയം രാത്രി 12 മണിയാണ്. നമ്മൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് വണ്ടിയിൽ ഫുൾ ടാങ്ക് അടിച്ചിട്ട് പോവാണ്. ഊട്ടിക്ക് പോകാനുള്ളൊരു പ്ലാനായിരുന്നു, അത് മാറ്റിയപ്പോൾ ധനുഷ്കോടിക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ യാത്രയോടെ നിന്ന് തുടങ്ങുകയാണ്. ഗായ്സ് നമ്മളെവിടെയോ എത്തിയിട്ടുണ്ട് കേട്ടോ. എവിടെയൊന്നും വലിയ എടുത്തില്ല. തേക്കടിയാ എവിടെയോ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഒരു 299 കിലോമീറ്ററും കൂടി ഉണ്ട് നമുക്ക് ബോഡിമേട്ടാ. ഇവിടെ നിന്ന് ഒരു 299 കിലോമീറ്റർ കൂടി ഉണ്ട് നമുക്ക് ധനുഷ്കോടിക്ക്. പിള്ളേർക്കത്തെ ചായ പിടിക്കാൻ കയറിയാണ് അവിടെ. അവന്മാരവിടെ ഉണ്ട്. നല്ല ചായക്കട കിട്ടി. ഇത്രയും നേരം വന്നിട്ട് 140 കിലോമീറ്റർ, 140 അല്ല അതിമേലെ കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് ചായക്കട കിട്ടി. തണുത്തൊക്കെ ഇരിക്കുന്ന നോക്കി. എങ്ങനെയുണ്ട്? തണുപ്പ് എങ്ങനെയുണ്ട്? സീനാണ് തണുപ്പ്. ചായ പറഞ്ഞിട്ടുണ്ട്. ചായ കുടിച്ചിട്ടാണ് ബാക്കി യാത്രയൊക്കെ. നല്ല തണുപ്പുണ്ട്. ആവശ്യം നമ്മളിപ്പോൾ ബോധിമേട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയേക്കണത്. ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. നല്ല തണുപ്പാണുള്ള ചായക്കട. ചായ കുടിക്കാം, ചായ കുടിക്കാം. ഗുരുഗോലല്ലേ? ചായയുടെ കൂട്ടത്തിൽ ഈ ചേട്ടൻ മുട്ട പൊരിച്ചും കണ്ടെന്നും കണ്ടൊക്കെ ചെയ്ത് സാൻഡ്വിച്ചുകളൊക്കെ ആക്കി തന്നു. സൂപ്പറായിരുന്നു കാണാം. നല്ല തണുപ്പ്. വണ്ടി എടുക്കാ പോവാ, അത്രേ ഉള്ളൂ. വണ്ടിയിൽ ചൂടിട്ട് പോവാല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. ഇനി എന്താണാ ഒന്നുമില്ല. വണ്ടി എടുക്കാ പോവാ, അത്രേ ഉള്ളൂ. ഇനി ഒരു 300 കിലോമീറ്റർ കൂടി കവർ ചെയ്യാനുണ്ട്. നല്ലൊരു വ്യൂ ഉണ്ട് ഇവിടെ. പക്ഷെ ഫോണിൽ പിടിക്കാൻ പറ്റുമോ? എന്തൊക്കെയോ അവിടെ കാണുന്നുണ്ട്. സീനാണ്, കാണൂല. ചൂരമൊക്കെ കയറി ഇറങ്ങി വന്നപ്പോഴേക്കും പകലേ. നമുക്ക് ഹൈവേ കിട്ടിയത് ഒരു നേരം വെളുത്തിന് ശേഷം നമുക്ക് ഹൈവേ കിട്ടിയത്. അപ്പം നമ്മളെവിടെയോ എത്തിയിട്ടുണ്ട്. ഇതെവിടെയൊന്നും വലിയ പിടുത്തൂല. എന്തായാലും മധുര കഴിഞ്ഞിട്ടുണ്ട്, അത്ര അറിയാം. പോയ വഴിയിൽ നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ നിർത്തിയതാണ്. കൊള്ളാം. എന്തായാലും ഇവിടെ നല്ലൊരു കീടിലും ഫ്രെയിം കണ്ടപ്പോൾ വണ്ടി നിർത്തിയാണ്. പൊളി. അപ്പൊ നമ്മൾ ഊട്ടിക്ക് പോകാനായിട്ടാണ് പ്ലാൻ ചെയ്തത്. എന്നിട്ട് നമ്മള് ഊട്ടി പെട്ടെന്ന് മാറ്റിയിട്ട് നേരെ ധനുഷ്കോടിക്കാക്കി. നമ്മുടെ കയ്യിൽ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മള് പോവാന്നുള്ളൊരു മൈൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്നു. വൺ സൈഡ് പോകാനുള്ള പെട്രോള് കാശ് മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യില്. പക്ഷെ നമ്മള് പോയിട്ട് തിരിച്ചു വരും. അങ്ങനെ എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. എവിടെയെങ്കിലൊക്കെ ഇനി ഫുഡ് കഴിക്കാൻ നിർത്തണം. കുറേ ദൂരം കഴിഞ്ഞപ്പോൾ പിന്നെ റോഡിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ആയി തുടങ്ങി. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടു പോണതാണ്. ആഴ്ച നമ്മൾ പോണ വഴിക്ക് ഒരിടത്ത് നിർത്തിയതാണ്. നല്ല വെയിലാണ് ഇവിടെ. കരിഞ്ഞിരിക്കണേ. ബൈക്കിന് വരാന്ന് വെച്ചാൽ പക്ഷെ ബൈക്കിന് വല്ലതും നടക്കണ കേസല്ല. ഇതിപ്പോ കാറിൽ AC ഇട്ട് വന്നിട്ടൊന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോ എനിക്കാണ് പണ്ടാറം പിടിക്കാൻ വേണ്ടി. ഈ കാണുന്നതാണ് പാമ്പൻ ബ്രിഡ്ജ്. ഇത് മുക്കൂടി ഇത് ട്രെയിൻ പോണണ്ട. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് പഴയ പാമ്പൻ ബ്രിഡ്ജ്. മറ്റേത് പുതിയതാണ്. ട്രെയിൻ പോണതാണ് ഈ കാണുന്നത്. ഈ കാണുന്നതാണ് പുതിയ പാമ്പൻ ബ്രിഡ്ജും പഴയ പാമ്പൻ ബ്രിഡ്ജും. ആ തുരുമ്പൊടിച്ച് വയ്യാണ്ടായി നിൽക്കുന്നതാണ് പഴയ പാമ്പൻ ബ്രിഡ്ജ്. ഇതും കൂടി ഇപ്പോൾ അങ്ങനെ ട്രെയിൻ പോകാറില്ല എന്ന് തോന്നുന്നു. മറ്റേതും കൂടിയാണ് പോയത് നേരത്തെ. നമ്മളിപ്പോൾ രാമേശ്വരം ടൗൺ കയറിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ധനുഷ്കോടിക്ക് പോണ വഴിയാണത്. വഴി സൈഡിലൊക്കെ കുറേ കടകളൊക്കെ കാണാം. ഒരു ലോക്കൽ സെറ്റപ്പാണ്. പക്ഷേ നല്ല രസമുണ്ട് കാണാനൊക്കെ ആയിട്ട്. നമ്മുടെ നാട്ടിൽ കാണാൻ കിട്ടാത്ത കുറേ കാഴ്ചകളൊക്കെ ഇവിടെ കാണാൻ പറ്റും.
ഇനി ഇവിടെ നിന്ന് നേരെ പോണത് ധനുഷ്കോടിക്കാണ്. ഒറ്റ റൂട്ടാണ്, നേരെ ധനുഷ്കോടി ചെന്നിട്ട് തിരുവള്ളി റോഡ്. ഈ റോഡിൻ്റെ 2 സൈഡിലായിട്ട് കടലുകളൊക്കെ ഇരിക്കുള്ളൂ. നമ്മളവിടെ ഇങ്ങനത്തെ ഒരു ഇത് കാണാൻ കിട്ടില്ല. സമയം ഏകദേശം 11:30-12 അടുത്തിട്ടുണ്ട്. നല്ല ചൂടാണ്. കാറിൽ AC ഇട്ട് പോണതുകൊണ്ട് ഇങ്ങനെ പോകാൻ പറ്റുന്നു. വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി നോക്കിയപ്പോൾ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ കാണുന്നത് ഒരു സൈഡാണ്, അപ്പുറത്തെ സൈഡ് ഇതേപോലെ തന്നെയാണ്. 2 സൈഡും കടലായിട്ടാണ്. നല്ല രസമാണ് ഇതിലേക്ക് ഒരു വണ്ടി ഓടിച്ച് പോകാൻ. ധനുഷ്കോടി വന്നപ്പോൾ തിരക്കാണ് ഈ കാണുന്നത്. ദിവസം വന്ന് തിരക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ്. ദിവസം വന്നിട്ടുള്ള തിരക്കാണ് ഈ കാണുന്നത്. അവസ്ഥ നോക്കിയേ, നല്ല തിരക്ക്. ഓ, നല്ല തിരക്കല്ലേ, രക്ഷയില്ല, നല്ല തിരക്കാണ്. കടലിന്റെ കളർ കണ്ട, രക്ഷയില്ലാത്ത തിരക്കാണ്. ഇതാണ് എൻഡ് ഓഫ് ദ ഇന്ത്യൻ റോഡ് വേ. അവസ്ഥ നോക്കിയേ, നല്ല തിരക്കാണ് ഇവിടെ, നല്ല തിരക്കാണ്. ഇതാണ് ധനുഷ്കോടി ഓൾഡ് ടൗൺ ട്ടാ. ധനുഷ്കോടി ഓൾഡ് ടൗൺ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന പലതും പൊളിഞ്ഞൊക്കെ പോയി. ഇപ്പം ചെറിയ ചെറിയ കടകളൊക്കെ ആയിട്ട് ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇവിടെ ഓരോ ചെറിയ എന്താ പറയുക, ശംഖ് സാധനങ്ങളൊക്കെ വെച്ചും ഫുഡിൻ്റെ ചെറിയ ഐറ്റംസൊക്കെ വെച്ചിട്ടാണ് അവരിപ്പോൾ ഇവിടെ ഇങ്ങനെ പോണത്. മെയിൻലി ഇവിടുത്തെ ടൂറിസ്റ്റേഴ്സിനെ നോക്കിയിട്ടാണ് അവർ ജീവിച്ചു പോണത്. ഇപ്പോൾ ഇതുപോലത്തെ ഷോപ്പുകളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ കൂടുതലുള്ളത്. നമുക്കിവിടെ ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ ലിക്വിഡ് മണി ആയിട്ട് വരണം. ഒരു സിമ്മിനോട് റേഞ്ച് കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ പോന്നിട്ട് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനൊന്നും ഒരു വഴി ഉണ്ടായിരുന്നില്ല. എൻ്റെ എയർടെല്ലും ജിയോക്കും ഒന്നിനും റേഞ്ചില്ല ഇവിടെ. ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കിട്ടില്ല ഫുഡാണ്. ഇത് കടലിൽ നിന്ന് പിടിച്ച മീൻ അപ്പം വെച്ച് നമുക്ക് കറിയൊക്കെ തരും. മെയിൻലി ഇവിടുത്തെ ആൾക്കാർ ജീവിക്കണത് തന്നെ ഇവിടുത്തെ കടലിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഓരോ ആർട്ട് വർക്കൊക്കെ ചെയ്തിട്ട് അത് വിറ്റിട്ടാണ് അവർ ജീവിക്കുന്നത് മെയിൻലി. ഇതാണ് ഓൾഡ് ടൗണിൽ പള്ളിയാണിത്. പഴയത് പള്ളിയുടെ അവശിഷ്ടമായിട്ടാണ് തോന്നുന്നത് കണ്ടിട്ട്. ഇതൊരു ടൂറിസ്റ്റേഴ്സിന് വന്ന് കണ്ടുപോകാനൊക്കെ ആയിട്ട് കൈവരിയൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് പഴയ പള്ളിയുടെ അവശിഷ്ടമെന്ന് തോന്നുന്നു. പഴയ എന്തൊക്കെയോ കാര്യങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ ആയിട്ടാണ് തോന്നണത് കണ്ടിട്ട്. എന്തോ റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ബോട്ട് പള്ളി ഇതാണ്. ഫ്ലോട്ടിംഗ് സ്റ്റോൺ ഓൾഡ് ചർച്ചാണ് ഇത്. ഇവിടെ പഴയ പള്ളി, പോസ്റ്റ് ഓഫീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളാണ് ഇവിടെ ഉള്ളത്. പിന്നെ കുറേ കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ തന്നെ കടലിൽ നിന്ന് ശേഖരിച്ച കുറേ സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള കുറേ കരകൗശല വസ്തുക്കൾ, അതൊക്കെയാണ് അവരിവിടെ സെയിൽ ചെയ്യണത്. ടോട്ടലി ഇവർ ജീവിച്ചു പോണത് ഇവിടുത്തെ ടൂറിസ്റ്റേഴ്സിനെ വെച്ചിട്ടാണ്. പിന്നെ മെയിൻലി ഫുഡ് കഴിക്കാനൊക്കെ വരുമ്പോൾ നമ്മൾ ലിക്വിഡ് മണി കരുതിയിട്ട് വരാം. ഇല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമാവും. നമുക്കിവിടെ റേഞ്ച് കാര്യങ്ങളൊന്നും കിട്ടണ്ടായിരുന്നില്ല. ലാസ്റ്റ് നമ്മൾ വേറെ ഫ്രണ്ടിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. നല്ല വെയിലാണ്. വെയിലുള്ള സമയത്തൊന്നും ഇങ്ങോട്ട് വരരുത്, തല ഇറങ്ങിയിട്ട് പാടില്ല.
ഭയങ്കര പാടാണ് ഇവിടെ. ഗായ്സ് നിങ്ങൾ ഉച്ചയ്ക്കൊന്നും ഇവിടെ വരരുത്, ഭയങ്കര ചൂടാണ്, കരിഞ്ഞു ബ്ലാക്ക് ഔട്ട് ആവും. പിന്നെ എനിക്ക് കണ്ണൊന്നും കാണാൻ പറ്റില്ല, കുറച്ചധികം തളരണമല്ലോ. നമുക്ക് കാറിനാണ് വന്നത്, അതുകൊണ്ട് നമുക്ക് അതിൻ്റെ അത് AC ഇട്ടിരിക്കാൻ പറ്റും. ബൈക്കിനൊക്കെ ഈ വെയിലത്തൊന്നും വരരുത്, വല്ല മഴയൊക്കെ ഉള്ളപ്പോൾ വരണം. പിന്നെ കയ്യിൽ എപ്പോഴും കാശ് കരുതണം, കാരണം ഇവിടെ നെറ്റ്വർക്ക് കാര്യങ്ങളൊന്നുമില്ല. അപ്പം കയ്യിൽ കാശ് കരുതിയില്ലാന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാൻ പറ്റില്ല. നമ്മൾ തന്നെ ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വേറെ ഫ്രണ്ടിനെ കൊണ്ട് പേ ചെയ്യിപ്പിച്ച് അങ്ങനെയാണ് ചെയ്തത്. അതെ, നാട്ടിലുള്ള ഫ്രണ്ടിനെ കൊണ്ട്. നല്ല ബുദ്ധിമുട്ടാണ് നമുക്ക് കേട്ടാ. വെയിലത്തൊന്നും വരരുത്, വെയിലത്തൊക്കെ വന്നാൽ പാടാണ്. ഓണാവുള്ളല്ലോ ദൈവം. കാറിൽ കയറിയിരിക്കല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല, കാറ് വഴുത്തിരിക്കാണ്. വണ്ടി ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മ ചത്തുപോയനെ. വണ്ടി ചാട്ടാവുള്ള ദൈവമേ. ഓക്കെ വരാട്ടാ. ചൂടായതുകൊണ്ട് അവിടെ നിന്ന് വേഗം പോന്നു. പിന്നെ രാമേശ്വരമൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ച് അവിടെയൊക്കെ കണ്ടിട്ട് പിന്നെ അടുത്തത് മധുരയ്ക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. രാമേശ്വരത്ത് നിന്ന് പിന്നെ പോയി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, എല്ലാവരും നല്ല ക്ഷീണത്തിലായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറച്ച് വീഡിയോസേ എടുത്തുള്ളൂ. ഞങ്ങൾ പിന്നെ മധുരയിൽ പോയി ഒരു ദിവസം കൂടി സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം പഴനിയിലും കൂടി കയറിയതിന് ശേഷമാണ് തിരിച്ച് വീട്ടിലോട്ട് പോയത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ ആ ഒരു ധനുഷ്കോടി യാത്രയായിരുന്നു ഇതിനകത്തുണ്ടായിരുന്നത്. പിന്നെ നേരെ ഹൈവേ കയറി നമ്മൾ നേരെ കൊടുങ്ങല്ലൂർ പിടിച്ചു. ഇത്രയുള്ള ഒരു യാത്ര. അടുത്ത യാത്രയായിട്ട് വീണ്ടും കാണാം.